ദൈവകൃപയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കൃപയിലായിരിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിലായിരിക്കുന്നു, ബലത്തിലായിരിക്കുന്നു, കർത്താവുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യത്തിലായിരിക്കുന്നു, അനുഭവത്തിലായിരിക്കുന്നു. ആ അനുഭവത്തിൻ്റെ പ്രദർശനങ്ങൾ ഇന്നത്തെയും വചന കേൾവിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വിളവെടുപ്പിൻ്റെ അനുഭവം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സസന്തോഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്ത് എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വളരാൻ വേണ്ടിയിട്ടാണ്, തളരാൻ വേണ്ടിയിട്ടല്ല. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് വളരാൻ വേണ്ടിയിട്ടാണ്, തളരാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ വളർച്ചയിൽ തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം, വളർച്ചയിൽ കാലതാമസമുണ്ടായി എന്ന് വരാം, വളർച്ചയിൽ ആ നന്മയെ കൊത്തിയെടുക്കുന്ന പറവകളെ നടുവിൽ കണ്ടു എന്ന് വരാം. വളരുന്നു എന്ന് കാണുമ്പോൾ പിഴുതെറിയാൻ ചില മിദ്യാന്യ ശക്തികൾ, കട്ടുകൊണ്ടുപോകാൻ ചില മിദ്യാന്യ ശക്തികൾ, കവർന്നെടുക്കുവാൻ ചില മിദ്യാന്യ ശക്തികൾ പ്രവർത്തിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങളെന്ന വ്യക്തിയെ ദൈവമാണ് വിതച്ചതെങ്കിൽ, നിങ്ങളെന്ന വ്യക്തിയെ ദൈവമാണൊരു മണ്ണിലാക്കിയത് എങ്കിൽ, നിങ്ങളെന്ന വ്യക്തിയെ ഈ ദിവസം വരെയും മുളച്ചു വരാൻ ദൈവമാണ് കാലാവസ്ഥ അനുകൂലമാക്കിയത് എങ്കിൽ, അതിനെതിരെ നിൽക്കുന്ന ശക്തികളെ ബന്ധിക്കാനും ദൈവം തൻ്റെ സൈന്യത്തെ അയക്കും. ദൈവം തൻ്റെ സൈന്യത്തെ അയക്കും. ദൈവം തൻ്റെ സൈന്യത്തെ അയക്കും. ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ പറയുകയാണ്, ഇന്ന് ദൈവത്തിൻ്റെ ഒരു സൈന്യം നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഇറങ്ങും. ദൈവത്തിൻ്റെ ഒരു സൈന്യം നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഇറങ്ങും. ദൈവത്താൽ അയക്കപ്പെടുന്ന അതിശക്തരായ സൈന്യം, ദൈവത്താൽ അയക്കപ്പെടുന്ന അതിശക്തരായ സൈന്യം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്കിതുവരെ മുൻപരിചയങ്ങളില്ലാത്ത അസാധാരണമാകുന്ന ദൈവപ്രവർത്തികളെ കൽപ്പനയോടുകൂടെ ചെയ്യുന്ന അധികാരമുള്ള ദൈവത്തിൻ്റെ സൈന്യം ഇന്ന് ഇതിനകത്ത് ഇറങ്ങും. നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഇറങ്ങും. നമ്മളെല്ലാവർക്കും അതൊരു അനുഗ്രഹമായിരിക്കും. നമ്മളെല്ലാവർക്കും അതൊരു അനുഗ്രഹമായിരിക്കും. എല്ലാവർക്കും അതൊരു അനുഗ്രഹമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഇങ്ങനെ പ്രാരംഭത്തിൽ പറയുന്നു, അനുഗ്രഹത്തെ തടയുന്നതിനെ, അനുഗ്രഹത്തെ തടയുന്നതിനെ, അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്നതിനെ ആദ്യം ആ സൈന്യം അറസ്റ്റ് ചെയ്ത് നീക്കും. ആദ്യം ആ സൈന്യം അറസ്റ്റ് ചെയ്ത് നീക്കും. അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്നതിനെ, അനുഗ്രഹത്തെ തടഞ്ഞു വെക്കുന്നതിനെ, അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നതിനെ, അനുഗ്രഹത്തെ കവർന്നെടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനെ, നമ്മുടെ പേരിലേക്കായുള്ള അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്നതിനെ, വിടുതലുകളെ ബ്ലോക്ക് ചെയ്യുന്നതിനെ, വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നതിനെ, വിത്തായിരിക്കുമ്പോൾ തന്നെ കൊത്തിക്കൊണ്ടുപോകുന്ന ദുഷ്ടപ്പറവകളെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്റെ സൈന്യത്തെ അയച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ഒരു മുൻമഴ നിങ്ങൾ വളരാൻ വേണ്ടി നിങ്ങളുടെ പ്രദേശത്ത് കർത്താവ് അയച്ചിരിക്കും. നിങ്ങൾ വളരാൻ വേണ്ടി നിങ്ങളുടെ പ്രദേശത്ത് കർത്താവ് അയച്ചിരിക്കും. എത്ര ദൈവമക്കൾക്ക് ഈ ഒരു ദൂത് വിശ്വാസമുണ്ട്, ഏറ്റെടുക്കാൻ പറ്റും? നിങ്ങൾ വളരാൻ വേണ്ടി നിങ്ങളുടെ പ്രദേശത്ത് കർത്താവ്, നിങ്ങൾ വളരാൻ വേണ്ടി, ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ശുശ്രൂഷയുള്ള, ദൈവ വിളിയുള്ള, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, പ്രവർത്തിക്കണം, ദൈവത്തിനു വേണ്ടി ഫ്രൂട്ട്ഫുൾ ആകണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കളിലേക്ക് ഈ ദൈവ ശബ്ദം വന്ന് പതിയുകയാണ്. നിങ്ങളോടുള്ള ഒരു പ്രൊഫസിയായി ഇത് പതിയുകയാണ്. നിങ്ങൾ വളരാൻ വേണ്ടി, നിങ്ങൾ പ്രയോജനപ്പെടാൻ വേണ്ടിയുള്ള ഒരു മുൻമഴ നിന്റെ ശിരസിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അത് പകരുകയാണ്. അത് പ്രായം നോക്കാതെ, മനസ്സു മാത്രം നോക്കി, കൊതി മാത്രം നോക്കി, സമർപ്പണം മാത്രം നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു മുൻമഴ. ജീസസ്, പരിശുദ്ധനേ നിനക്ക് വന്ദനം. അതെ, ആ മുൻമഴ ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്യുകയാണ്. വചനം വെളിപ്പെട്ടു വരട്ടെ, മർമ്മങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ഏത് മനോഭാവത്തോടെ, ഏത് അവസ്ഥയിൽ ഇന്ന് ഇതിനകത്ത് ഒരു കൂട്ടം ഈ മെസ്സേജ് കാണുന്നോ, ആ ജനത്തോടുള്ള ദൈവ ശബ്ദം ദൈവ മഴയിലൂടെ, ആത്മ മഴയിലൂടെ വെളിപ്പെട്ടു വരട്ടെ.
എല്ലാ എതിർപ്പിന്റെ ദൃഷ്ടികളെ ഞാൻ ബന്ധിക്കുക. എല്ലാ എതിർപ്പിന്റെ ദൃഷ്ടികളെ ബന്ധിക്കുക. എല്ലാ എതിർപ്പിന്റെ മനോഭാവങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുക. മാറ the fire of the Holy Ghost le brahai bratogondo sindamaya kemanagaya have the spirit in Jesus name. Oh varishudane enakku vandanam ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ദൈവത്തിന്റെ മുൻമഴ അനുഭവിച്ച ഒരു മനുഷ്യൻ പറയും, എനിക്ക് ഓർക്കാൻ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നല്ല, എനിക്ക് ഓർക്കാൻ കുറെ ബന്ധങ്ങളുണ്ടെന്നല്ല, എനിക്ക് ഓർക്കാൻ ഒരുപാട് പൊളിറ്റീഷ്യൻസുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടെന്നല്ല. ദൈവത്തിൻ്റെ മുൻമഴ അനുഭവിച്ച മനുഷ്യൻ പറയും, എനിക്ക് പ്രത്യാശിക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. യാക്കോബ് എന്നാ പറഞ്ഞെന്നറിയാവോ? യാക്കോബ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുവിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെ സംബന്ധിച്ചാണ് ഈ ഒരു പരാമർശവും. അതിന് കർത്താവിൻ്റെ 2-ാം വരവിനെ നമുക്ക് കൈക്കൊള്ളണമെങ്കിലും അതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കൈക്കൊള്ളണമെങ്കിലും പരിശുദ്ധാത്മാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമുക്ക് കൈക്കൊള്ളണമെങ്കിലും ക്രിസ്തീയ ജീവിതം സക്സസ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിലും ദൈവത്തിൻ്റെ കയ്യിലെ മൂർച്ചയുള്ള ആയുധങ്ങളായി നമുക്ക് ഓരോരുത്തർക്ക് മാറണമെങ്കിലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെയൊക്കെ വിലങ്ങും പൊട്ടിച്ച് നമുക്ക് പ്രാപിക്കണമെങ്കിലും ദൈവത്തിന് എന്തേലും ഒരു അനൗൺസ്മെൻറ്റ് നമ്മളിലേക്ക് തരണമെങ്കിലും അത് നമ്മുടെ കാതുകളിൽ എത്തണമെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റികളിൽ ഒന്നാണ് ദീർഘക്ഷമ. അപ്പോൾ എന്നോട് നിങ്ങൾ പറയും, പാസ്റ്ററെ നിങ്ങൾക്കത് അവിടെ ഇരുന്ന് മൈക്കിൽ കൂടെ പറയാം. ഇന്ന് നടക്കേണ്ട ഒരു കാര്യം, ഒരു ഔദാര്യം കിട്ടി നാളെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വർത്താനം കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നാളെ രാവിലെ ആകുമ്പോൾ എനിക്ക് നെഞ്ചിടിപ്പ് തുടങ്ങും. എങ്ങനെ നാളത്തെ കാര്യം നടത്തുമെന്ന്, അടുത്ത ആഴ്ചത്തെ കാര്യം നടത്തുമെന്ന്, ഈ കാര്യം നടത്തുമെന്നൊക്കെ നിങ്ങൾ എന്നോട് പറയുന്നുണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ പ്രായം കുറവായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള അവസ്ഥകളിൽ നിന്ന ഒരു വ്യക്തിയും ഇപ്പോഴും പല കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയും അതിൽ ദൈവത്തെ മാത്രം മുൻനിർത്തി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവനാമത്തിൽ മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ട് ദൈവപ്രവർത്തികളെ ഞാൻ ആശ്ചര്യത്തോടെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദീർഘക്ഷമയോടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്നാൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവദാസിദാസന്മാരെ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഭംഗം വരികയില്ല.
ആരെങ്കിലും എന്തെങ്കിലും അവിടെ ഇവിടെയും കിടന്ന് പറഞ്ഞൊന്നും നടക്കാനൊന്നും പോണില്ല. നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ, നമുക്ക് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, കറ കളഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിന് ഭംഗം വരികയില്ല. ഇവിടെ ഒരു മുൻമഴയെക്കുറിച്ചും ഒരു ഏർലി ആൻഡ് ലാറ്റർ റെയിൻ ഇതിനെക്കുറിച്ച് പറയുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഏതാണ്ട് 1 മാസം കൊണ്ട് പറഞ്ഞതും എന്നാൽ ഞാൻ അതിനെ മനസ്സിലാക്കാത്തതും, എന്നാൽ കഴിഞ്ഞ ദിവസത്തിൽ എനിക്ക് ആ വേർഡ് പരിശുദ്ധാത്മാവ് ക്ലിയറാക്കി തന്നതും, എന്നിട്ടും ഞാൻ അതിനെ ഗഹനമായി ചിന്തിക്കാതെ വിട്ടതും, എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു സഹോദരി എനിക്ക് അയച്ച മെസ്സേജ് തന്നെ, ഒരു വചനമാണ് എനിക്കെടുത്ത് അയച്ചത്. ആ വചനമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചത്. ആ വചനം തന്നെ ഈ വേർഡാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഞാൻ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. വളരെ വളരെ സാധാരണമായ നിങ്ങളെക്കാൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ദൂതായി തന്നെ പറയുന്നു, തമ്പുരാന് നമ്മിലേക്ക് ഒരു കാര്യം കൈമാറാനുണ്ടെങ്കിൽ അതിന് എത്ര തന്നെ അതിനകത്ത് ബാരിയേഴ്സ് ഉണ്ടെങ്കിലും, അതിനകത്ത് ക്ലാരിറ്റി ഒരു ക്ലാരിറ്റിയിൽ ഒരു മങ്ങലുണ്ടെങ്കിലും, അത് എങ്ങനെ എത്ര കൈകളിലൂടെ കയറ്റി മറിച്ചിട്ടാണെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ അരികിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പേരിൽ സർവശക്തനായ ദൈവം അതെത്തിക്കും. ലാറ്റർ റെയിൻ എന്നത് ദൈവത്തിൻ്റെ വേർഡാണ്. ഏർലി ആൻഡ് ലാറ്റർ റെയിൻ എന്നുള്ളത് ദൈവത്തിൻ്റെ വേർഡാണ്. മുൻമഴയും പിന്മഴയും എന്നുള്ളത് ദൈവത്തിൻ്റെ വേർഡാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്. ഇസ്രായേൽ മക്കൾ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും കൂടെ കാത്തിരിക്കുന്ന 2 മഴകളാണ് മുൻമഴയും പിന്മഴയും. ആവർത്തന പുസ്തകത്തിലും അത് പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നൊരു വാക്കാണ് മുൻമഴയും പിന്മഴയും. കാലാവസ്ഥ സംബന്ധിച്ച് ആണ്, കാലാവസ്ഥയോട് ബന്ധപ്പെടുത്തിയാണ് യാക്കോബ് ഈ വേർഡിനെ പറയുന്നത്. എങ്കിലും ഇതിനെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ വരവിന് മുൻപേ സഭയെ ഒരുക്കിയെടുക്കാനുള്ള ഒരു പിന്മഴയും, കർത്താവിൻ്റെ വരവിനനന്തരം സഭ എടുക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ, ആ ഒരു വിളവെടുപ്പിൻ്റെ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പിന്മഴയും, അതിനുവേണ്ടി പാകമായി കൊയ്തെടുക്കത്തക്ക നിലയിൽ നമുക്ക് തരുന്ന ഒരു പിന്മഴയും എന്നൊരർത്ഥം ഇതിനുണ്ട്. കർത്താവ് വരുന്നതിന് മുൻപേ സഭ വളരാൻ വേണ്ടി സഭ സ്ഥാപിക്കാൻ വേണ്ടി, സഭയിൽ ആത്മാക്കൾ കയറാൻ വേണ്ടി, ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻമഴയും, കർത്താവിൻ്റെ വരവിൽ ഫലം കാഴ്ചവെച്ച കൊയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു കൂട്ടത്തെ ഒരുക്കിയെടുക്കാനുള്ള ഒരു പിന്മഴയുമായി ഇതിനെ നമുക്ക് ആത്മീയമായി വിശദീകരിക്കുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ വളരെ പ്രതീക്ഷയോടെ, ഇസ്രായേലിലുള്ള 2 വിധ മഴകളിൽ ഒന്നാണ് മുൻമഴയും പിന്മഴയും എന്ന് പറയുന്നത്, ഏർലി റെയിൻ ആൻഡ് ലാറ്റർ റെയിൻ. അതിൽ മുൻമഴ എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നതിന് ശേഷം മണ്ണ് മൃദുവാക്കി വിത്ത് വളരാൻ സഹായിക്കുന്ന ഒരു മഴയാണ് മുൻമഴ എന്ന് പറയുന്നത്. പിന്മഴ എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുപ്പ് സമയത്തിന് തൊട്ടു മുൻപ് പെയ്യുന്ന ഒരു മഴ. ഇത് വിത്ത് നന്നായി വളർന്ന് വിളപാകമാകാൻ, പരിപൂർണമായ വിളവെടുപ്പിന് സഹായിക്കുന്ന ഒരു മഴയാണ് പിന്മഴ എന്ന് പറയുന്നത്. ഈ 2 മഴയെ ഞാൻ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് ഈ സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് ഒന്ന് അയക്കണം, ഒന്ന് പെയ്യണം, പെയ്തേ പറ്റൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മുൻമഴയും വേണം, ഒരു പിന്മഴയും വേണം. എനിക്ക് മുമ്പൊരു മഴ എൻ്റെ മേൽ പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ തണുപ്പിലിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ആ മുമ്പൊരു മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ മേലൊരു മഴ പെയ്തിട്ട് അത് നമ്മുടെ മേൽ പെയ്യണം ഈ മഴ. ഇന്നും വിത്ത് വിതയ്ക്കുന്ന കർഷകരുണ്ടെങ്കിൽ, ഇന്നും ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്നും കൊയ്ത്തുകാലത്തൊരു മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മളും ഇന്നത് പ്രാർത്ഥിച്ചേ പറ്റൂ, നമ്മളും ഇന്ന് അതിനുവേണ്ടി ആഗ്രഹിച്ചേ പറ്റൂ, നമ്മളും ഇന്ന് അതിൻ്റെ പ്രാധാന്യത്തെ. ഞാനൊരു കാര്യം കൂടെ പറയാം. വല്ലവരും ശേഖരിച്ചു വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ച് വളരുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നോട് കണക്ക് പറയാതെ, നിനക്ക് ആവശ്യം പോലെ വലിച്ചെടുക്കാൻ കണക്കിന്
ആ മണ്ണൊന്ന് മൃദുവാകത്തക്ക നിലയിൽ, വേരൊന്ന് ആഴത്തിലേക്ക് വളർന്നിറങ്ങത്തക്ക നിലയിൽ അളവില്ലാതെ പരിശുദ്ധാത്മാവ് ഒഴുക്കി തരും. ഞാൻ ആത്മാവിൻ്റെ കാര്യത്താണ് പറയുന്നത്. വിത്തിന്, വിളവെടുപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം മതി വയലിൽ. ആമേൻ. ഞാനിത് ആത്മാവിലെ കാര്യമാണ് പറയുന്നത്. അളവില്ലാതെ. ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ മഴ അളവില്ലാതെ തരുന്നൊരു മഴയാണ്. ആത്മാവിൻ്റെ മഴ അളവില്ലാതെ തരുന്നൊരു മഴയാണ്. പ്രാർത്ഥനയോടെ ഭൂമിയിൽ അയക്കുന്ന മഴയ്ക്ക് അളവുണ്ട്. കാരണം കൃഷിക്കാരൻ്റെ കൃഷി നശിപ്പിക്കുന്നൊരു മഴ ദൈവം പെയ്യിക്കത്തില്ല. കൃഷിക്കാരൻ്റെ കൃഷി നശിച്ചു പോകുന്നൊരു മഴ ദൈവം പെയ്യിക്കത്തില്ല. പക്ഷെ ആത്മാവിൻ്റെ മഴ അളവില്ലാതെ നമ്മുടെ മേൽ ഒഴുകിക്കഴിഞ്ഞാൽ ഒരു വിളവെടുപ്പുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ഒരു വിളവെടുപ്പുണ്ട്. ഫലമെടുക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ച് വിതച്ചതൊന്നും ഫലമെടുക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ച് വിതച്ചതൊന്നും കാണുന്നില്ല, മുള പൊട്ടുന്നത് കാണുന്നില്ല. നീ പ്രാർത്ഥിച്ചു വിതച്ചു, എന്നിട്ട് അതിലെ മുള നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പരിശുദ്ധാത്മാവ് എന്നോട് പറയാം, നിന്റെ മേലൊരു മഴ പെയ്തേ പറ്റൂ. വിത്തിൻ്റെ മേലൊരു മഴ പെയ്തേ പറ്റൂ. മണ്ണിൻ്റെ മേലൊരു മഴ പെയ്തേ പറ്റൂ. നിങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്തതിന് ഫലം കാണാത്ത അവസ്ഥ മാറിയേ പറ്റൂ. പ്രാർത്ഥിച്ചിട്ടതിന് ഫലം കാണാത്ത അവസ്ഥ മാറിയേ പറ്റൂ. പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് പൂർണ്ണത കാണാത്ത അവസ്ഥ മാറിയേ പറ്റൂ. മഴ മുടക്കുന്നതിനെ ഇന്ന് ദൈവം മുടക്കും. ആമേൻ. മഴ മുടക്കുന്നതിനെ ഇന്ന് ദൈവം മഴ മുടക്കും. ഇത് ദൂത മഴ മുടക്കുന്നതിനെ എന്നിലേക്ക് പെയ്യാനുള്ള, എന്റെ വിത്തിലേക്ക് പെയ്യാനുള്ള, ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പറയാം. എന്റെ കയ്യിലേക്ക് ദൈവം അറിയാതെ ഒരു വിത്ത് വരത്തില്ല. എന്നിലേക്ക് ദൈവം അറിയാതെ ഒരു വേർഡ് വരത്തില്ല. എന്നിലേക്ക് ദൈവം തരാതെ ഒരു പ്രൊഫസി വരത്തില്ല. എന്നിലേക്ക് ദൈവം അയക്കാതെ ഒരു അഭിഷേകം വരത്തില്ല. എന്നിലേക്ക് ദൈവം അയക്കാതെ ഒരു നിലം ഞാൻ കാണത്തില്ല. വിത്തുണ്ട്, നിലമുണ്ട്, അതിനകത്ത് വിതയ്ക്കണമെന്നുണ്ട്, അതിന് മഴ വേണമെന്ന് ആഗ്രഹമുണ്ട്, സമർപ്പണമുണ്ട്, കാത്തിരിപ്പുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്ന മഴ മുടക്കുന്ന ബാലിന്റെ സകല ദൈവങ്ങളെയും കവച്ചു വെച്ചുകൊണ്ട് ആ മഴ പെയ്യണമെങ്കിൽ പെയ്യിക്കാനും അടയ്ക്കണമെങ്കിൽ അടയ്ക്കാനും കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ ഒരു ഓഹരിക്കാരനാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം മഴ മുടക്കുന്നതിനെ മുടക്കാനും മഴയെ തടയുന്നതിനെ തടയാനും ഒരു ദൈവിക അധികാരം ആമേൻ ഇന്ന് നമ്മുടെ മേൽ സ്വർഗം പകർന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം. സഹോദര, നിന്റെ ജീവിതത്തിൽ പെയ്യാനുള്ള മഴ പെയ്യണം. സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ പെയ്യാനുള്ള മഴ പെയ്യണം. നിങ്ങളുടെ വിത്ത് വളരാനുള്ള മഴ പെയ്യണം. വളരാനുള്ള മഴ പെയ്താ മതി. മണ്ണ് മൃദുവാകാനുള്ള മഴ പെയ്താ മതി. കൊയ്തെടുക്കാൻ പാകത്തിലുള്ള മഴ പെയ്താ മതി. പക്ഷെ അത് തടയപ്പെടരുത്. നിന്റെ സഭയ്ക്കകത്തൊരു മഴ പെയ്യണം. ജനം കേറാനുള്ള മഴ പെയ്താ മതി. ദൈവ പ്രവൃത്തി നടക്കാനുള്ള മഴ പെയ്താ മതി. ആത്മാക്കൾ ആരാധിക്കാനുള്ള മഴ പെയ്താ മതി. എനിക്കൊരു സഭയോടും എനിക്ക് ഒരു മത്സരവും ഇല്ല. അവിടെയും പ്രവർത്തിക്കുന്നത് ദൈവം, ഇവിടെയും പ്രവർത്തിക്കുന്നത് ദൈവം. നാളെ ഒരു സഭയുണ്ടാകുമ്പോ അവിടെ പ്രവർത്തിക്കുന്നത് ദൈവം. എന്റെ സഭയിലേക്കുള്ളതിനെ ദൈവം കുറയ്ക്കത്തില്ല. എന്റെ ദേശത്ത് ഒരു മഴ പെയ്തു എന്ന് പറഞ്ഞ് കർണാടകയിൽ മഴ പെയ്യാതിരിക്കുന്നില്ല. കർണാടകയിൽ മഴ പെയ്തു എന്ന് പറഞ്ഞ് ന്യൂസിലാൻഡിൽ മഴ പെയ്യാതിരിക്കുന്നില്ല. പക്ഷേ എന്റെ ദേശത്ത് പെയ്യേണ്ട മഴ പെയ്യണം. കർണാടകയിൽ പെയ്യേണ്ട മഴ പെയ്യണം. ന്യൂസിലാൻഡിൽ പെയ്യേണ്ട മഴ പെയ്യണം. യേശുവിന്റെ നാമത്തിൽ അത് മുടക്കുന്നതുണ്ടെങ്കിൽ അതേത് വൻ ശക്തി എന്ന് പറഞ്ഞാലും ആത്മാവിന്റെ അധികാരത്തോടെ ഞാൻ അതിനെ ബന്ധിക്കും. ഞാൻ ആത്മാവിൽ കവർ ചെയ്യുക. In the mighty name of Jesus. അഭിഷേകത്തെ ബ്ലോക്ക് ചെയ്യുന്ന, ആത്മമാരിയെ ബ്ലോക്ക് ചെയ്യുന്ന, ദൈവ പ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്യുന്ന, വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന, കൊയ്ത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന, ബ്ലെസ്സിങ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന സകല ഇരുടിന്റെ സ്വാധീനത്തെ യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. Oh Jesus, come on. നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്, നമുക്കൊരു വളർച്ചയുണ്ട്, ഒരു ഉണർവുണ്ട്, ഒരു റിവൈവൽ ഉണ്ട്. ആ റിവൈവൽ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. എഫദായിൻ ജീസസ് മിനിസ്ട്രീസിലുള്ള ആ റിവൈവൽ ഞാൻ ഇവിടെ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആക്കുകയാണ്. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ.
ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ. ഹല്ലേലൂയ. ആദ്യത്തെ മുൻമഴ പെയ്തത് എവിടാന്നറിയാവോ? സഭ സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിലാണ് മഴ പെയ്തത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പരിപാടിയല്ല, ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി നടക്കുന്നത്. ഈ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നിടത്തൊന്നും അല്ല റിവൈവൽ നടക്കുന്നത്. ഒരുമിച്ച് കൂടി ഒരു മനസ്സോടെ ഇരിക്കുന്നിടത്താണ്. ഈ ഞാൻ വലുത് നീ വലുത്, ഞാൻ സീനിയർ നീ ജൂനിയർ കളിക്കുന്ന സ്ഥലത്തൊന്നും അല്ല, ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്താണ് റിവൈവൽ വരുന്നത്. നമ്മളിവിടെ കുറച്ച് ഒച്ച ഉണ്ടാക്കി അവിടെ കുറച്ച് ഒച്ച കുറഞ്ഞു എന്ന് പറഞ്ഞ് ഒച്ച കൂടിയെടുത്തൊന്നും അല്ല റിവൈവൽ വരുന്നത്. ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് റിവൈവൽ വരുന്നത്. കുടുംബത്തിനകത്ത് എങ്ങനെയാണ് നല്ല സമാധാനം ഉണ്ടാകുന്നത്? ഭർത്താവ് മുകളിലത്തെ മുറിയിലും ഭാര്യ താഴത്തെ മുറിയിലും മക്കളെല്ലാം കൂടെ അപ്പുറത്ത് കണ്ട മുറിയിലും കിടക്കുന്നിടത്തൊന്നുമല്ല സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നത്. യൂണിറ്റി ഉള്ളിടത്താണ് സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നത്. ശരിയല്ലേ? അപ്പം അങ്ങനെയാണ് റിവൈവലും. അങ്ങനെയാണ് എല്ലാവരും ഒരിടത്തും ഒരുമിച്ച് കൂടിയിരുന്നപ്പോഴാണ് ആദിമസഭയിൽ. ആ സഭയെ കുറേ കുറ്റം പറഞ്ഞ്, ഈ സഭയെ കുറേ കുറ്റം പറഞ്ഞ്, അവിടുത്തെ ശുശ്രൂഷകനെ കുറേ കുറ്റം പറഞ്ഞ്, ഇവിടുത്തെ പുള്ളിക്ക് വലിയ കൃപയില്ല എന്ന് പറഞ്ഞ്, കൃപ കൊടുക്കുന്നത് മനുഷ്യനാണ്, കൃപ കൊടുക്കുന്നത് ദൈവമല്ലേ? ഹല്ലേലൂയ. എനിക്കിഷ്ടമൊന്നുമല്ല അങ്ങനെ പറയുന്നത്. എനിക്കിഷ്ടമൊന്നുമല്ല. എനിക്കൊരു അച്ഛന്മാരെയും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. എനിക്കൊരു പാസ്റ്റർമാരെയും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. എനിക്കൊരു മനുഷ്യരെയും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. കുറവുകൾ ആർക്കാ ഇല്ലാത്ത? നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. എന്നാൽ റിവൈവൽ വരണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണേ, ഉണർവ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വെളിവ് വരണം. ഹല്ലേലൂയ. ഉണർവ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പണം ഉണ്ടായാൽ പോരാ. ഉണർവ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൾക്കാരുണ്ടായാൽ പോരാ. ഉണർവ് വരണമെങ്കിൽ ആദ്യം നമുക്കൊരു വെളിവ് വരണം. 2, നമുക്കൊരു യൂണിറ്റി ഉണ്ടാവണം, ഒരു ഏക മനോഭാവം ഉണ്ടാവണം. നിങ്ങളിവിടെ വായിച്ചു നോക്ക്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. നമ്മുടെ സൗകര്യത്തിനല്ല റിവൈവൽ വരുന്നത്, ദൈവത്തിൻ്റെ സമയത്താണ് റിവൈവൽ വരുന്നത്. ആമേൻ. ഹൗഡാരാബാശാന്ത. എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിനോട് ഞാൻ പ്രവചിക്കുകയാണ്, ഒരു റിവൈവലിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ ചേർച്ചിനെ തുറക്കുകയാണ്. ഒരു മേജർ ഷിഫ്റ്റ്, ഒരു മേജർ റിവൈവൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇതിനകത്ത് തുറക്കുകയാണ്. ഇതിനകത്ത് വെറുതെ കണക്ട് ചെയ്ത് നിർത്തിയേക്കുന്നതല്ല കേട്ടോ. നിങ്ങൾ ഈ ചേർച്ചിനെ, നിങ്ങൾ ഈ കൂട്ടത്തെ നിങ്ങൾ ഏത് വിധേന സപ്പോർട്ട് ചെയ്താലും, അത് നിങ്ങൾ പ്രാർത്ഥന കൊണ്ടാണെങ്കിലും ഒരു മെസ്സേജ് മറ്റൊരു വ്യക്തിക്ക് അയച്ചു കൊടുത്ത് ഷെയർ ചെയ്താണെങ്കിലും, നിങ്ങൾ സാമ്പത്തികമായിട്ടാണെങ്കിലും, നിങ്ങൾ മറ്റു വ്യക്തികളോട് വാ കൊണ്ട് പറഞ്ഞ് ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താണ് അതിൻ്റെ സമയമെന്ന് പറഞ്ഞാണേലും, യു ആർ എ പാർട്ട് ഓഫ് ദിസ് ചർച്ച്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നിങ്ങളുടെ മേലൊരു പകർച്ചയ്ക്ക്, എൻ്റെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഞാൻ ഈ രീതിയിൽ ശുശ്രൂഷിക്കുന്നത്. എൻ്റെ ഈ ചർച്ചിനോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ്. എന്തിനൊക്കെയോ ഉള്ളൊരു ടൈം ഈ സഭയ്ക്കകത്തായി ഞാനത് വ്യക്തമായിട്ട് സെൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ രീതിയിൽ മിനിസ്റ്റർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, ഈ നിലയിലൊരു ദൂത് പറയുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങൾ ഇതിനകത്ത് കർത്താവ് ഏതെങ്കിലും നിലയിൽ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ മുഖാമുഖമായി കണ്ടു കാണത്തില്ല, പക്ഷെ ഇതിനകത്തുള്ള ഈ പ്രസൻസ് പരിശുദ്ധാത്മാവ് ഒരുമിച്ച് അനുഭവിക്കാൻ തരുന്നു എന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് എ ചർച്ച്.
അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധേന, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഓൺലൈൻ ചേർച്ചിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്ന ലിങ്കുകൾ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ ഷെയറിങ്സ് ആയിട്ടോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ, നിങ്ങൾ ഫിനാൻഷ്യലി ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ, ചെയ്തിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ വായി കൊണ്ട് ആരോടെങ്കിലും ഒക്കെ, ഞാനൊരിക്കലും ഇങ്ങനെ കേട്ടു, ഒരു ആൻറ്റി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയ സമയത്ത് നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ആൻറ്റിയാണ്. സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബസ്സിലിരുന്ന് നമ്മുടെ ഈ മീറ്റിംഗ് കേട്ടോണ്ട് ആൻറ്റി പോകുന്നത്. ആ മീറ്റിംഗ് കേട്ടോണ്ട് പോയിട്ട് സ്റ്റിച്ചിങ് സെൻറ്ററിൽ ചെന്നിട്ട് അവരെ ഫോൺ ബാഗിലിട്ടു. എങ്ങനെയോ ബാഗിനകത്ത് കിടന്ന് വീഡിയോ പ്ലേ ആയപ്പോൾ പ്രസംഗിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ഭയങ്കര ശക്തമായി ഷാർപ്പായിട്ട് എന്തോ ഒരു ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ചെന്ന അവിടെയുള്ളവർ, അവരും ഒരു പെന്തക്കോസുകാരാണ്. ബാഗിനകത്ത് ഈ ഒരു ശബ്ദം, ഈ ഒരു മെസ്സേജിൻ്റെ ശബ്ദം, അതൊരു ക്രിസ്ത്യൻ മെസ്സേജ് ആണെന്ന് അവർക്ക് മനസ്സിലായി. സഡൻലി ആൻറ്റി പെട്ടെന്ന് ബാഗിനകത്ത് കൈയിട്ട വീഡിയോ മ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കട്ടെ അതെന്തുവാ എന്ന് ചോദിച്ചാൽ ആൻറ്റി ചോദിച്ചു. ആൻറ്റി ഒരു ബിലീവറാണ്. പക്ഷേ അത് ഞങ്ങളുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ്, അതിൽ മെസ്സേജ് കേട്ടോണ്ട് വരുമായിരുന്നു, എങ്ങനെയോ ബാഗിൽ കിടന്ന് പ്ലേ ആയതാന്ന് പറഞ്ഞു. കുറച്ച് നേരം അവർ ആ മെസ്സേജ് കേട്ടിട്ട് അവർ നമ്മുടെ മീറ്റിങ്ങിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ആ സ്റ്റിച്ചിങ് സെൻറ്ററിൽ ആൻറ്റി കണ്ടിന്യൂ ചെയ്യുന്നില്ല, മറ്റേ ആൻറ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എങ്ങനെയോ അവരങ്ങ് മിസ്സായി പോയി, പോട്ടെ. പക്ഷെ ആ നാളുകളിൽ ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവരെന്നെ വിളിച്ചു, ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം വലിയ വിടുതലുകൾ അവിടെ നൽകിയിട്ടുണ്ട്. അതങ്ങ് പോയി. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള എന്താണെന്നറിയാമോ, നിങ്ങൾ ഇപ്പോൾ ഈ ചർച്ച എന്നല്ല ഏതാണെങ്കിലും നിങ്ങൾ ഈ വിടുതൽ കിട്ടുമ്പോൾ ഓടാൻ നിൽക്കല്ലേ പ്ലീസ്. ഞാൻ സ്നേഹത്തോടെ പറയുന്നത്, നമുക്ക് ദൈവം എന്ന് പറയുന്നത് വിടുവിക്കാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് ഈ പാരസെറ്റമോൾ എന്ന് പറയുന്ന പനി മാറ്റാനും തലവേദന മാറ്റാനും വേദന മാറ്റാനുള്ള ഒരു മെഡിസിനെ കൊണ്ട് നടക്കുന്ന പോലെ ആവരുത് ദൈവത്തെ ഓർത്ത് ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ കാര്യം കാണാനുള്ളൊരു ടൂളാകരുത്. അങ്ങനെയല്ല നമ്മൾ ദൈവത്തെ കാണും. ബൈബിളിനൊന്നും അങ്ങനെയല്ല നമ്മൾ സമീപിക്കേണ്ട, അങ്ങനെയല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്ന ഒരു മീനിങ് എന്താണ്, ആഴം എന്താണെന്ന്. അപ്പം അവർ ചർച്ചയിൽ പോകുന്നുണ്ട്, നമ്മുടെ മീറ്റിങ്ങിൽ കൂടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നു. അപ്പം അതുപോലെ നിങ്ങളൊരു ഷെയറിങ്, അത് അവരവിടെ ചെയ്തൊരു ശുശ്രൂഷയാണ്. ദൈവം അവർക്ക് വെച്ചൊരു ശുശ്രൂഷയാണ്. അവർ തുണി തയ്ക്കാൻ കൊടുക്കാൻ അവിടെ പോയത്. പക്ഷേ അവിടെ ആ മെസ്സേജ് കേട്ട് ആ വ്യക്തി പിന്നെ കുറേ കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയോ അവർ പോയി, അതുപോട്ടെ. ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്തു, പക്ഷേ യാതൊരു റെസ്പോൺസും ഇല്ല, പോട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവം എവിടെ എങ്ങനെ എന്ത് ചെയ്യുന്നു നമുക്കറിയത്തില്ല. ആ നിലയിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഇഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിലൊരു റിവൈവലാണ് ഈ വരുന്ന മാസങ്ങളിൽ, ദിവസങ്ങളിൽ. ഇന്നു മുതൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ഓപ്പൺ ആക്കുകയാണ്. ആ റിവൈവൽ ഇതിനകത്ത് ഏത് നിലയിൽ ആ റിവൈവൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു, ആ നിലയിലുള്ള ഒരു റിവൈവലിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിനെ അതിനായി ഞാൻ തുറന്നു കൊടുക്കുകയാണ്. ഓരോ ജനത്തെയും സ്വർഗം കടാക്ഷിക്കുന്ന ദിവസങ്ങളായിരിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ, ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്താണ് റിവൈവൽ വരുന്നത്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. കണ്ടോ? അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ഒഴുക്ക് പെന്തക്കോസ്തിൽ ആരംഭിച്ച ഒഴുക്കാണ്. വിളവെടുപ്പിന് സമയത്ത് ആരംഭിച്ച ഒഴുക്കാണ്. ആ പെന്തക്കോസ്ത് നാളിൽ ആദിമസഭയിലെ ഉണർവ് വെളിപ്പെട്ടത്, മുൻമഴയായി വെളിപ്പെട്ടത്, സഭ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മഴ. അതാണ് പരിശുദ്ധാത്മാവ് നിറയുന്ന, അന്യഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയുന്ന, ദൈവത്തിൻ്റെ ഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്ന ആദ്യത്തെ ഉണർവ്, മുൻമഴ ആദിമസഭയിലെ വെളിപ്പെട്ടത്. രണ്ടാമത്തത് പിന്മഴ. അവസാനകാലത്തെ സഭയിലെ ഫലമെടുക്കുന്നതിനുള്ള വിളവെടുപ്പിന് മുമ്പ് സഭയെ പാകമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമാണ് പിന്മഴ എന്ന ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളതിനെ നമ്മുടെ സാധാരണ വിളവെടുപ്പും വിത്ത് വിതയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ
വിളവെടുക്കുന്ന സമയത്ത് പെയ്യുന്ന ഒരു മഴയും വിളവെടുക്കുന്നതിന് തൊട്ടു മുൻപേ വിളവ് പാകമായി നല്ല രീതിയിൽ ഫലമെടുക്കാൻ കണക്കിന് പെയ്യുന്ന ഒരു പിന്മഴയുമായി നമ്മൾ അതിനെ പറഞ്ഞപ്പോൾ, ആത്മീയ കാര്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ സഭയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻമഴയും സഭയിൽ ജനം വളർന്ന ആത്മനിറവും കൃപയും പരിശുദ്ധാത്മാഭിഷേകവും ഫലവുമുള്ള ജനമായി കൊണ്ടുവരാനുള്ള പിന്മഴയും, ഇതൊരു സഭയുടെ മേൽ പെയ്താൽ ആ സഭ ഫലമുള്ള സഭയായി തീരും. ഹോശേയയുടെ പ്രവചന പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ. ഹോശേയയുടെ പിന്മഴയുടെ പ്രതീകം, അതായത് അവസാന കാലത്തെ ഉണർവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹോശേയയുടെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം, ഹോശേയയുടെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക്, 6-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു. പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ആരുടെ അടുക്കല ഉണർവ് വരുന്നേ? ആരുടെ അടുക്കല പിന്മഴ വരുന്നേ? ആരുടെ മേലാ മുൻമഴ വരുന്നേ? ആരുടെ മേലാ പിന്മഴ വരുന്നേ? ഉത്സാഹമുള്ളവരുടെ മേലാണ്. എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് മുതൽ ദൈവ കാര്യങ്ങളിൽ ഞാൻ ഉത്സാഹമുള്ള വ്യക്തിയായിരിക്കും. ഇന്ന് മുതൽ ദൈവിക കാര്യങ്ങളിൽ ഞാൻ ഉത്സാഹമുള്ള വ്യക്തിയായിരിക്കും. എല്ലാ മടുപ്പും, ഞാൻ ഈ വേർഡ് പറയുമ്പോൾ തന്നെ ആത്മാവ് ഇങ്ങനെ ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഉത്സാഹം കുറഞ്ഞ്, ആത്മീയ കാര്യങ്ങളിൽ ചുറുചുറുക്ക് കുറഞ്ഞ്, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വേണോന്ന് വെച്ചിട്ടും അല്ല, പക്ഷെ നിങ്ങളുടെ ഉത്സാഹത്തെ കെടുത്തി മനസ്സിനെ മടുപ്പിച്ച് ഒരു ഡ്രൈ ലാൻഡ് പോലെ ആക്കിയിട്ടേക്കുന്ന ചിലതിൻ്റെ മേൽ ഹോശേയയുടെ പ്രവചന പുസ്തകത്തിൽ നിന്ന് 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് 3-ാമത്തെ വാക്യമിറങ്ങി നിങ്ങളുടെ മേൽ വീഴുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഉത്സാഹത്തെ കളയുന്ന, പ്രാർത്ഥനയെ കളയുന്ന, കൃപയെ നശിപ്പിക്കുന്ന, വിശുദ്ധിയെ നശിപ്പിക്കുന്ന സകല അന്യായ ബന്ധനങ്ങളും, ഉള്ളിൽ കയറിയിരിക്കുന്ന എല്ലാ അശുദ്ധാത്മാവിന്റെ ബന്ധനങ്ങളും, നിഷേധാത്മകമായ ചിന്തയും യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു മാറി പ്രയോജനമുള്ള ഒരു പിന്മഴ നിങ്ങളുടെ മേൽ പെയ്യട്ടെ എന്ന് ഞാൻ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. അതാണ് അവസാന കാലത്തിൽ ആത്മീയ ഉണർവ്. ദൈവം തന്റെ ജനത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കാലമാണ് ഈ പിന്മഴയുടെ കാലം. ദൈവം നമ്മളെ അതിന് ഒരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിന് പിന്മഴ വേണം, അതിന് മഴ വേണം, ആത്മമാരി വേണം. അത്ഭുതങ്ങൾക്ക് മാത്രം മഴ പോരാ, കണ്ണു തുറപ്പിക്കാൻ മഴ പോരാ, കാതു തുറപ്പിക്കാൻ മഴ പോരാ, നടപ്പിക്കാൻ മഴ പോരാ. നോ, ദൈവത്തിന് വേണ്ടി ജീവിക്കണേലും, കർത്താവിന് വേണ്ടി നമ്മുടെ ശരീരം കൊണ്ടാണേലും, മനസ്സുകൊണ്ടാണേലും, ആത്മാവ് കൊണ്ടാണെങ്കിലും, നമ്മുടെ അധ്വാനം കൊണ്ടാണെങ്കിലും, അധ്വാന ഫലം കൊണ്ടാണെങ്കിലും ദൈവത്തെ ബഹുമാനിക്കാൻ മഴ വേണം. മഴ കുറഞ്ഞതാണ് പലതിൻ്റെയും കാരണം. പിന്നെ ചിലയിടത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മഴ കൂടിയാലും പ്രശ്നമാണ്, വിത്ത് അഴുകിപ്പോകും. ദൂത്, പ്രവചനം, പ്രാർത്ഥന, മെസ്സേജ്, ഒന്നിനും ഒരു കയ്യും ഒരു കണക്കുമില്ല. ചിലരുടെ ഒരു ദുർശീലം ഞാൻ പറയാം. ചിലരുടെ ദുർശീലം, ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൂത് കേട്ടാൽ ആ ദൂത് കറക്റ്റ് ആണോ എന്നറിയാൻ അടുത്തൊരാളെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു നോക്കും. അത് കഴിഞ്ഞ് വീണ്ടും വേറെ എവിടെയെങ്കിലും ഒരു നമ്പർ കിട്ടി അതിലും വിളിച്ച് ഇങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കും, അടുത്തൊരു ദൂത് കേൾക്കണം. അപ്പോൾ ഈ 2 പേര് പറഞ്ഞ ദൂത് 3-ാമത്തവൻ പറയുന്നതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഒരു ദൂത് പറഞ്ഞു, അടുത്തൊരാൾ വിളിച്ചപ്പോൾ വേറൊരു പ്രവചനം പറഞ്ഞു, 3-ാമത്തെ ആൾ വിളിച്ചപ്പോൾ വേറൊരു പ്രവചനം പറഞ്ഞു. അവനെ 3 പ്രവചനം കൂടെ കിട്ടിയ സന്തോഷം വേറെ കുറേ ആൾക്കാർക്കുണ്ട്. ഞാൻ ദൈവത്തെ ഓർത്ത് പറയുകയാണ്, പ്രവചനം നല്ലത്, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന പ്രവചനം നല്ലത്. പ്രവചനം വേണം, സഭയുടെ വളർച്ചയ്ക്ക് പ്രവചനം വേണം. പക്ഷേ എൻ്റെ ജീവിതം പ്രവചനം കേൾക്കാനായി പോകരുത്, എൻ്റെ ആരാധന പ്രവചനം കേൾക്കാനായി പോകരുത്, എൻ്റെ ശുശ്രൂഷ പ്രവചിക്കാൻ വേണ്ടി മാത്രമായി പോകരുത്. ആമേൻ. നിങ്ങൾ എൻ്റെ ആ വാക്കിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ തിരുവെഴുത്തിൽ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. കർത്താവ് എല്ലാവരോടും പ്രൊഫറ്റ് അല്ലായിരുന്നു, കർത്താവ് എല്ലാവർക്കും ഒരു ഹീലിംഗ് മിനിസ്റ്റർ അല്ലായിരുന്നു, കർത്താവ് എല്ലാവർക്കും ഒരു എക്സോസിസം നടത്തുന്ന ആളല്ലായിരുന്നു. ചിലയിടത്ത് അവൻ ഉപദേശിച്ചു എന്നാ പറയുന്നത്, ഉപദേശിച്ചു. ആമേൻ. ഉപദേശം വേണ്ടടുത്ത് ഉപദേശം വേണം, തീ വേണ്ടടുത്ത് തീ വേണം, മഴ വേണ്ടടുത്ത് മഴ വേണം, കൽപ്പന വേണ്ടടുത്ത് കൽപ്പന വേണം, പ്രവചനം വേണ്ടടുത്ത് പ്രവചനം വേണം. അതാണ് അപ്പോസ്റ്റൽ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുവിൽ പണിയാത്തതൊന്നും ക്രിസ്തുവിൽ നിന്നുള്ളതല്ല. നമ്മളെ ക്രൈസ്റ്റിലേക്ക് നമ്മളെ ഫോക്കസ് ചെയ്യിക്കാത്തതൊന്നും ക്രിസ്തുവിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്തി, എൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞു. ആമേൻ. അപ്പം ആ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മെ പാകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകമാക്കുമ്പോൾ പിന്മഴ നമ്മുടെ മേൽ പെയ്യുമ്പോൾ നമുക്ക് എന്തോ ചെയ്യുമെന്നറിയാമോ? നമുക്ക് പിന്മഴ നമ്മുടെ മേൽ പെയ്യുമ്പോൾ സത്യം പറയാമല്ലോ, നമ്മളൊരു എന്ത് വേണം, ഒരു സെൻസിറ്റീവായ ഒരു മനുഷ്യനായിപ്പോൾ. എങ്ങനെ സെൻസിറ്റീവ് ആവുമെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരാൾ എന്നോട് മിണ്ടിയില്ലെങ്കിൽ പോയി ഇരുന്ന് കരയുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാനോ ദൈവത്തിന് സന്തോഷകരമാകുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാനോ എനിക്ക് പറ്റാത്തൊരവസ്ഥ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ഓടിപ്പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. 5-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ഓടിപ്പോകുമ്പോൾ 26 മുതൽ നമുക്കൊന്ന് വായിച്ചാലോ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. ഇപ്പം മനസ്സിലായോ? വേർഡില്ല, വചനമില്ലാതെ ഒന്നുമില്ല, ഒന്നും പാടില്ല. വചനമില്ലാതെ ഒന്നും പാടില്ല. അവൻ നമ്മെ വചനത്തോടുകൂടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്, തൻ്റെ നാമത്തിൽ വരുന്ന പരിശുദ്ധാത്മാവ് സഭയെ പണിതെടുക്കേണ്ടതിനും. ആ പണി എങ്ങനെയുള്ളതാന്ന് ചോദിച്ചാൽ കറ, മാലിന്യം, വാട്ടം, ചുളുക്കം ഒന്നുമില്ലാത്ത. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത് നമ്മുടെ ആത്മീയ ശക്തി എന്നൊരു വാക്കിനകത്ത് ഞാൻ കൊണ്ടുവരികയാണ്. നമ്മുടെ ആത്മീയ ശക്തിക്കകത്ത് ഒരു കറ, മാലിന്യം, വാട്ടം, ചുളുക്കം എന്നിവ കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ന വ്യക്തിയിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ആത്മീയ ശക്തിയെ എൻ്റെ തന്നെ ജഡം എന്ന ഒരു മാനുഷിക ശക്തി വന്ന് പൊതിഞ്ഞേ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ പറയാം. ഞാൻ എന്ന വ്യക്തിയിൽ എൻ്റെ ആത്മാവിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ആത്മശക്തി എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെ കറ, മാലിന്യം, വാട്ടം, ചുളുക്കം എന്നിവ കൊണ്ട് മൂടണമെന്നുണ്ടെങ്കിൽ എന്നിൽ തന്നെ ഇരിക്കുന്ന ജഡം എന്ന, അല്ലെങ്കിൽ റിഫൈൻഡ് അല്ലാത്ത സോൾ, അൺറിഫൈൻഡ് സോൾ എന്ന് പറയാം, ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രാണൻ, വിടുതൽ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു പ്രാണൻ, ഒരു എൻകൗണ്ടർ നടന്നിട്ടില്ലാത്ത ഒരു സോൾ ഉള്ള ഒരു മനുഷ്യന് അവൻ്റെ ജഡം കൊണ്ട് അതിനെ മൂടി വെക്കുന്നിടത്തോളം കാലം നമ്മളെപ്പോഴും കറ, മാലിന്യം, ചുളുക്കം, വാട്ടം, തളർച്ച, നിരുത്സാഹം, മടുപ്പ്, താല്പര്യക്കുറവ്, ശുഷ്കാന്തിയില്ലായ്മ, ഉത്സാഹമില്ലായ്മ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഫിലദൽഫിയ സഭയിലെ ദൂതൻ എഴുതുക, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറവാനുണ്ടെന്ന് ദൈവം തന്നെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യമുണ്ടായിരുന്ന ഒരു ചുറുചുറുക്ക്, ആദ്യമുണ്ടായിരുന്ന താല്പര്യം, ആദ്യമുണ്ടായിരുന്ന വിശ്വസ്തത, ആദ്യമുണ്ടായിരുന്ന ഒരു അറ്റൻഷൻ ഇപ്പോൾ ഇല്ല ദൈവകാര്യത്തിൽ. കാര്യം എന്താ? ദീർഘക്ഷമ. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ ദീർഘക്ഷമ എന്നുള്ളത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ എന്നൊന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവപ്രവൃത്തി കാണാൻ ഉള്ളൊരു താല്പര്യം എന്നൊന്ന് അവരിൽ നിന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ദൈവം വിതച്ച വചനങ്ങളെല്ലാം എവിടെയോ ഏതൊക്കെയോ പക്ഷികൾ പല രൂപത്തിൽ വന്ന്, സാഹചര്യത്തിൽ വന്ന്, സമയങ്ങളിൽ വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് അവരിലത്തെ താല്പര്യം, അവരിലത്തെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ ഈ സമയം ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ കൈമാറുകയാണ്, അത് തിരിച്ചു പിടിച്ചേ പറ്റൂ. കറ, മാലിന്യം, വാട്ടം, ചുളുക്കം അങ്ങനെയെല്ലാം എടുത്തു കളഞ്ഞ് ഇതെല്ലാം നമുക്ക് ശുദ്ധീകരിക്കപ്പെട്ടേ പറ്റൂ. 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിനു വേണ്ടിയിട്ടാണ്
ക്രിസ്തു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ അനന്തരഫലമാണ് ഒരു മുൻമഴയും പിന്മഴയും സഭയുടെ മേൽ പെയ്തത്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അത് പെയ്തത്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ജനം സഭയിൽ സ്നാനമേറ്റ്, ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനമേറ്റ് സഭയോട്, രക്ഷിക്കപ്പെട്ടവർ സഭയോട് പ്രതിദിനം ചേർന്നുകൊണ്ടിരുന്നു എന്ന് വചനം വന്നത്. ആ സഭയ്ക്കകത്താണ് അത്ഭുതങ്ങൾ നടന്നത്. ആ സഭയ്ക്കകത്താണ് ആത്മാവിൻ്റെ വരങ്ങൾ പകുത്തു കൊടുത്തത്. ആ സഭയ്ക്കകത്താണ് ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചത്. ആ സഭ പ്രാർത്ഥിച്ചപ്പോഴാണ് അപ്പോസ്തലന്മാരുടെ കാരാഗൃഹങ്ങൾ തുറക്കപ്പെട്ടത്. ആ സഭ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഉണർവ് പല ദേശങ്ങളിൽ ഉണ്ടായത്. ആ സഭ പ്രാർത്ഥിച്ചു വിട്ടതിൻ്റെ അനന്തരഫലമായിട്ടാണ് മിഷണറി പ്രവർത്തനങ്ങൾക്ക് പൗലോസ്ലീഹ പോകുകയും അവിടെ എവിടെയെങ്കിലും സഭ സ്ഥാപിക്കുകയും ആ ആഗോളമാകുന്ന സഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ് കർത്തൃദാസന്റെ ശുശ്രൂഷ അത്രയും പ്രയോജനപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട നിങ്ങളും അവണ്ണം പ്രാർത്ഥിക്കണം. ലോകത്തിലുള്ള സകല ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്ന, തൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് സഭയുടെ ഉത്തരവാദിത്വമാണ്. ദേശത്തിൽ ഉണർവ് നടക്കുവാൻ വേണ്ടി സഭ പ്രാർത്ഥിക്കണം. അത് സഭയുടെ ഉത്തരവാദിത്വമാണ്. സഭ ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന സകല ദുഷ്ടാത്മാക്കളും ആ സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന തീയിൽ പൗലോസ് കുറെ വിറക് പെറുകി ഇട്ടപ്പോ, അവിടെ തീ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പൗലോസ് മെലീറ്റയിൽ ചെന്ന് കുറച്ച് വിറക് പെറുകി ഇട്ടപ്പോ അതിനകത്ത്, ആ തീക്കകത്ത് വിറകിനകത്ത് പതിയിരുന്ന അണലി പുറത്ത് ചാടി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന അണലി ശക്തികൾ തീ വീഴുന്ന സമയത്ത് ഇറങ്ങി പുറത്തു പോയിരിക്കും. അവണ്ണം തീ ഇറങ്ങാൻ വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം സഭ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിന് മുൻപേ ഒരു കൂട്ടം പാപികൾ മാനസാന്തരപ്പെട്ട് ഐകമത്യപ്പെട്ട് സഭയ്ക്കകത്ത് കയറി കർത്താവിൻ്റെ നാമത്തെ ഒരുമിച്ച് ഉയർത്തി അനേക ആത്മാക്കളെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നേടുവാൻ, നരകത്തെ ശൂന്യമാക്കുവാൻ, സ്വർഗം നിറയ്ക്കുവാൻ, നരകത്തെ ശൂന്യമാക്കുവാൻ, സ്വർഗം നിറയ്ക്കുവാൻ ഒരു മുൻമഴയും പിന്മഴയും പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മേൽ വെളിപ്പെടേണ്ട സകല ആത്മീയ മഴയെയും തടയുന്ന സകല ദുഷ്ടന്റെ പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ തകരാൻ പോകുന്നു. അവണ്ണം ഉണർവോടെ പ്രാർത്ഥിക്കാൻ, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ, ചുറുചുറുക്കോടെ പ്രാർത്ഥിക്കാൻ, സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച് ഐശ്വര്യമായി മുൻപോട്ട് പോകുവാൻ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവം. അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ വക്താക്കളായി നമുക്ക് ഒരുമിച്ച് മാറാം. എല്ലാ ദൈവജനവും താല്പര്യത്തോടെ പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഒരു മഴ നമ്മുടെ മേൽ പെയ്യാൻ പോകുകയാണ്. ഒരു മഴ നമ്മുടെ മേൽ പെയ്യാൻ പോകുകയാണ്. ഒരു മഴ നമ്മുടെ മേൽ പെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു മഴ, അതെ, ആ മഴ നമ്മിലേക്ക് കൊണ്ടുവരേണ്ട നനവിനെ തടയുന്ന, ആ മഴ നമുക്ക് നൽകേണ്ട നനവിനെ തടയുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ഇപ്പോൾ തന്നെ ആ മഴയെ തടയുന്നത് ചില കുടുംബങ്ങളിലേക്ക് വീഴേണ്ട ഉണർവ്, ചില കുടുംബങ്ങളിൽ വരേണ്ട നന്മ, ചിലരുടെ മേൽ വെളിപ്പെടേണ്ട ശുശ്രൂഷ, ചിലരുടെ സഭയിൽ വെളിപ്പെടേണ്ട പ്രകാശം, in the mighty name of Jesus, അത് ദൈവ ശക്തിയാൽ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെയാ പറയുന്നത്, ആദ്യം ഒരു കൊടുങ്കാറ്റടിച്ചു, പിന്നെ ഒരു മുഴക്കമുണ്ടായി, എന്നിട്ട് തീ വീണത്. കൊടുങ്കാറ്റ് ചിലതിനെ പറത്തിക്കൊണ്ടു പോകേണ്ടതാ, മുഴക്കം ചില കെട്ടിടങ്ങളെ ഇടിക്കേണ്ടതാ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ സഭയ്ക്കകത്തൊരു ഉണർവ് വരാൻ തടസ്സമായി നിൽക്കുന്നതിനെ, ദുഷ്ട കെട്ടിടങ്ങളെ, ദുഷ്ടൻ കെട്ടിയ സകല കൺസ്ട്രക്ഷൻസും ഇന്ന് കൊടിയ മുഴക്കത്തോടെ ഇടിഞ്ഞു വീഴട്ടെ. ഇന്നൊരു കൊടിയ മുഴക്കത്തോടെ ഇടിഞ്ഞു വീഴട്ടെ. കൊടും കാറ്റുപോലെ ദൈവശക്തി ഇറങ്ങി അതിനെ പറപ്പിച്ചു മാറ്റട്ടെ. അഗ്നി പിളർന്ന നാവ് പോലെ ദൈവാത്മാവ് ഈ സഭയുടെ മേൽ പതിയട്ടെ. ഓ In the name of Jesus, ഞാനത് സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൊടിയ മുഴക്കം, ദൈവത്തിന്റെ കൊടും കാറ്റ്, ദൈവത്തിന്റെ അഗ്നി പിളർന്ന നാവ് ഞാൻ സ്വീകരിക്കുകയാന്ന് പറയുന്ന ദൈവജനം ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്താട്ടെ. അതെ, അപ്പോസ്തലന്മാരുടെ മേൽ ഒരു മഹാശക്തി വന്ന് വീണതിന്റെ പിന്നിൽ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു കൊടിയ മുഴക്കം, പിന്നീട് ഒരു കൊടും കാറ്റ്, പിന്നീട് ഒരു തീ. അതിന്ന് സംഭവിക്കട്ടെ.
Oh, hallelujah, Hosanna. Oh, hallelujah, Hosanna. Here, mahasiandero mosianderi, ella mama ya bashande. പ്രാർത്ഥിക്കു പ്രിയപ്പെട്ടവരെ, ആ മുൻമഴയും പിന്മഴയും നിന്റെ ഫാമിലി വീഴും. മുൻമഴയും പിന്മഴയും നിങ്ങളുടെ തലമുറകളുടെ മേൽ പെയ്യും. മുൻമഴയും പിന്മഴയും നിങ്ങളുടെ ജീവിത പങ്കാളികളുടെ മേൽ പെയ്യും. മുൻമഴയും പിന്മഴയും സഭയിൽ പെയ്യും. മുൻമഴയും പിന്മഴയും എന്റെ ദേശത്ത് പെയ്യും. ഓ, മുൻമഴയും പിന്മഴയും കുടുംബത്തിന്റെ മേൽ പെയ്യും. അത് ദൈവം നൽകുന്നതാ. വചനം പറയുന്നു ദൈവം നൽകുന്നതാ. ഹോശേയ പ്രവാചകൻ പറയുന്നു ദൈവം നൽകുന്നതാ. ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്നത്. ഓ, അത് ചോദിക്കുക. ഇതൊരു മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല ചോദിക്കുന്നത്, ഇത് ദൈവം പകരുന്നത്. അവനത് ഔദാര്യമായി തരുവാൻ മനസ്സുണ്ട്. അവനത് കമോൺ, എത്ര ദൈവമക്കൾക്കത് Holy Ghost power in the name of Jesus. ആ മുൻമഴ റിലീസ് ആകട്ടെ, ആ പിന്മഴ റിലീസ് ആകട്ടെ. ഒരു blessing rain, blessing rain, blessing rain in Jesus name. He come under Rabokondo Rosiamderi release. Oh my God. ഇപ്പോൾ തന്നെ ഇളകാതെ നിൽക്കുന്ന ശത്രു രാജ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ വാക്കിൽ തകരട്ടെ. അസാധാരണമാകുന്ന ഒരു ദൈവത്തിന്റെ തീ ഈ പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടട്ടെ. The powerful name of Jesus. നിത്യസ്നേഹമോർക്കുമ്പോ, തൻ കരുതലോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ സ്നേഹമോർക്കുമ്പോ, തൻ കരുതലോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോ, തൻ കരുതലോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. യേശുവേ, പിതാവേ, ഞാൻ ഈ ജനത്തിനായി അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ഇവരെ ഞാൻ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യും. ഈ കൂട്ടായ്മയിൽ സൂമിലും യൂട്യൂബിലുമായിരിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, ഇവർ അനുഗ്രഹം അനുഭവിക്കാനുള്ള ദൈവമക്കളാണ്. അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടാനുള്ളവരാ. അങ്ങയുടെ നാമത്തെ ഉയർത്താനുള്ളവരാ. അങ്ങയുടെ നാമത്തിന് മഹത്വം വരുത്താനുള്ളവരാ. ഇവരെയും ഇവരുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഇവരുടെ ഭാവിയെയും ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് ദൈവമേ, ജോലിയില്ലാതെ ആരെങ്കിലും ഇതിനകത്ത് പ്രാർത്ഥനയായിരിക്കുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മഴ പെയ്യട്ടെ. ജോലിയുടെ വാതിലുകൾ ഓപ്പൺ ആകട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കുന്ന ദൈവമക്കളുടെ മേലൊരു മഴ ഇത് കേട്ടതുപോലെ പെയ്യട്ടെ. സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മേൽ യേശുവിൻ നാമത്തിൽ സൗഖ്യത്തിൻ്റെ ഒരു മഴ പെയ്യട്ടെ. അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, വീര്യപ്രവൃത്തികളുടെ ഒരു മഴ പെയ്യട്ടെ. ഇന്നിവർ ദൈവത്താൽ ഈ ജനം സ്പർശിക്കപ്പെടട്ടെ. ഞാൻ നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിക്കുന്നു. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കാം. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക്, വാട്സാപ്പിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത എല്ലാ ലിങ്കുകളും നിങ്ങളുടെ വാട്സാപ്പിലേക്ക് സ്വീകരിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലകളിലും അനുഗ്രഹിച്ചു മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബി വിത്ത്